നമ്മളിപ്പോ റാസൽ കൈമയില് നമ്മുടെ ഒരു ഫാമിലി അവിടെ ഉണ്ട്. അവിടേക്ക് പോകുന്ന ഒരു യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പോവാൻ വേണ്ടി പ്ലാൻ ഇട്ട സമയത്ത് റാസൽ കൈമയെ ആയിരുന്നില്ല പ്ലാൻ ഉണ്ടായിരുന്നത്. ദുബായ് ഹിൽസ് മാളിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട്, അതായത് നമ്മുടെ കൂടെ കുറച്ച് മക്കളെ ഇവർക്ക് പോസ്റ്റ് ഇടാൻ ഫോട്ടോ ഇല്ല എന്നുള്ള കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു വരാന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഇറങ്ങിയത്. കുറച്ച് പോയി അവിടെ എത്തിയപ്പോഴത്തേക്ക് അത് റാസൽ കൈമയ്ക്ക് വിട്ടാലോ എന്നുള്ളൊരു പ്ലാൻ വന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് റാസൽ കൈമ പോയിട്ട് വരാം കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു യാത്രയാണെങ്കിലും അതിന്റെ ഇടയിൽ എന്താ വെച്ചാല് ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് കയറിയാലുള്ളൊരു ട്രാഫിക്, അത് അപാര ട്രാഫിക്. E311 ഷാർജന്റെ ഒരു ബോർഡർ നമ്മള് സത്യത്തില് അജ്മാൻ അല്ലായിരുന്നല്ലോ, അജ്മാനോ റാസൽ കൈമ എന്നല്ലല്ലോ പ്ലാനിൽ ഉണ്ടായിരുന്നത്. നമ്മള് ഫസ്റ്റ് നമ്മള് ദുബായില് പോയി. അത് വീഡിയോയില് നമുക്ക് ഉൾപ്പെടുത്താനൊന്നും പറ്റിയില്ല. ഒരു നല്ലൊരു സ്പോട്ട് ആയിരുന്നു അത്. ഇതാണ് ലാസ്റ്റ് ഷാർജന്റെ ലാസ്റ്റ്. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അജ്മാൻ ഫസ്റ്റ് എക്സിറ്റ്. അജ്മാൻ എമിറേറ്റ്സ് കാണുന്ന ബ്ലൂ ബോർഡാണ് ശരിക്ക് ഷാർജയുടെ ലാസ്റ്റ് പാർട്ട്, അജ്മാന്റെ ഫസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് കണക്കിലാക്കാം. നമ്മള് പെട്രോൾ പമ്പിലാണ് ഗൈസ് ഉള്ളത്. പറ ഉള്ളിലുള്ള സ്ഥലം കണ്ടിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ചായ കുടിക്കാം നമുക്ക്. ചായ കുടിക്കാൻ കട കിട്ടണ്ടേ? എവിടെ അതാ പാടില്ലാണ്. ഈ റോഡ് ഇത്ര വരെ ഉള്ളൂ, ഇവിടെ നാട്ടിഞ്ഞൊന്നുമില്ല. ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ ലാസ്റ്റ് മല എത്തും. ആ മലന്റെ അപ്പുറം ഒമാനാണ്. ഒരു സൈഡ് ഒമാന്, ഒരു സൈഡ് ജബൽ ജയ്സ്. ഈ സൈഡില് ആ മല ഇങ്ങനെ പോവാണ്. അവിടെയാണ് ജബൽ ജയ്സ് വരാം. നമ്മളെ നല്ല രസമുള്ള മല. മലയിലിറക്കാം. ഇവിടെ ഒരു പേര ഉണ്ടാക്കിയ AC അല്ലേ? AC ആണ്, പക്ഷേ ശാന്തമായ മനസ്സിൽ ട്രാഫിക് ഇല്ല. അതെ, അവിടെ എത്താനായി 1 കിലോമീറ്റർ അതിനെന്തായാലും കിട്ടും. കുതിരക്ക് തിന്നാൻ കൊടുക്കണ ഗൈസ്. നമ്മളടുത്തേക്ക് വരുമോ അല്ലേ? പിന്നെ അവരെ നഗ ശരിക്കും ഉള്ളിലൊക്കെ ഇട്ടിട്ട്
നമ്മള് ഒട്ടകത്തിനെ കാണാൻ പോവാ കേട്ടോ. മരുഭൂമി കൂടി നടക്കുകയാണ്. ഒച്ചക്ക് വരുന്നുണ്ട്. വേഗം വേഗം, നല്ല രസമുണ്ട്. എവിടാനോ കൊറേ ഒട്ടകങ്ങളുണ്ട്. പാവം പണിക്കാരനാണ്. നമ്മളെ കണ്ടപ്പോ ഇരുന്ന് ബഹുമാനിക്കാ തോന്നുന്നല്ലേ. അത് എണീറ്റ് അയ്യോ അടുത്തേക്ക് വരുന്നുണ്ട്. ബാ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതെന്തോ ഒരു റൂമാണ്, ഫുഡ് കൊടുക്കുന്നതാ തോന്നണേ. ബ്രദർ സേ ഹായ്, സേ ഹായ്. ഹായ്. Danger, no? Yeah, it's danger. Okay, okay. അനൂസിന് ഇഷ്ടായിക്കണ് അല്ലേ? നല്ല ആൾക്കാരെ ഒറ്റങ്ങൾ ഇഷ്ടപ്പെടുള്ളൂ. അത് പറഞ്ഞു. അനക്ക് ചെറിച്ചരാണ്. No danger? Which one danger? That one? Oh, okay, okay. അതിന് കെട്ടിയിട്ടല്ല, മാസ്ക് ആണ് അറ്റിങ്ങളെ. ഐ ഡോണ്ട് നോ. സംഭവം ആൾക്ക് മനസ്സിലായിട്ട് അയാള് ഹിന്ദി പറഞ്ഞോണ്ട് അല്ല എന്തോ ഒന്നും കഴിക്കൂല അതുകൊണ്ട്. Say hi. Oh, Say hi. Say hi. Hi. Where do you live? Dubai. Dubai? Yeah. You visit here? Yeah. What are you doing here? My brother is there. Where? There. Near masjid. എടുക്കുന്നുണ്ട്. ഹായ്. ഹായ്. അറബിക്കുട്ടിയാട്ടോ. നമ്മളെ ഇവര് വിളിച്ചു കൊണ്ടുപോവാണ്. എവിടേക്കാന്നൊന്നും അറിയില്ല. നമ്മളോട് പറഞ്ഞ് ഫ്രഷ് ഈത്തപ്പഴമുണ്ട്,
വായു ഞങ്ങളുടെ കൂടെ വായു എടുത്ത് തരാ പറഞ്ഞു. ഞങ്ങൾ പോവാണ്. ഇവരുതാണ് ഈ ഒട്ടകത്തിന്റെ ഈ ഫാം മൊത്തം ഇവരുടെ. ഈ ഒട്ടകം പ്രഗ്നന്റ് ആണ് എന്നാണ് അവർ പറഞ്ഞത്. എന്ത് കേട്ടില്ല? ഏതിനാണ്? അത് നമ്മളെ എന്താണ് വ്യൂവേഴ്സ് പറയട്ടെ, ഒട്ടകത്തിനാണോ പോത്തിനാണോ ഏറ്റവും കൂടുതൽ? നമ്മളെ വണ്ടി നമ്മളെ കൊണ്ടുപോവാണ് തോട്ടത്തേക്ക്. നമ്മള് തോട്ടത്തേക്ക് കൊണ്ടുപോവാണ്. ഇത് വേറൊരു തോട്ടാണെന്നാ തോന്നുന്നത്. ഇവിടെ വീടുകളൊക്കെ ഉണ്ട്, ഇത് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളൊരു ചെറിയ തോട്ടം. എന്തോ ഒരു കറിവേപ്പില ഇവിടെ ആര്യവേപ്പാണ്. ആര്യവേപ്പല്ല, കറിവേപ്പില. പോയി ചെറിയൊരു പള്ളിയിലെ പണ്ടത്തെ കാലത്തെ ഞാനൊക്കെ ചെറുതാകുമ്പോഴുള്ള പള്ളി. ഭയങ്കര നമ്മുടെ നാട്ടിലുണ്ടാവില്ല ചെറിയ നിസ്കാരപ്പള്ളി, അതേപോലെ ഉണ്ട് കണ്ടിട്ട്. അന്ന് പോകുമ്പോള്ള അതാണ് തോട്ടം. ഏത്? ഇതില് ഗേറ്റ്. പാൻറ്റൊക്കെ കേറ്റി വെച്ചു. സൗണ്ട് നമ്മള് ഫുൾ തീറ്റയോട് തീറ്റയോട്ടെ ഇതിൻ്റെ ഉള്ളിൽ കയറിയാല് അങ്ങനെ കുറെ ഒന്ന് തിന്നാൻ കിട്ടും. നമ്മുടെ നാട്ടിലത്തെ അതേ പാടം, അതേപോലെ നമ്മളെ നാട്ടിൽ പോയാല് ബദാമിന്റെ മരമാണ് നമ്മുടെ നാട്ടിൽ അതേപോലത്തെ ബദാമ്. പിന്നെ ഈത്തപ്പഴത്തിന്റെ ഈ ഒരു ഈത്തപ്പന ഉണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ്. നമ്മുടെ നാട്ടില് തേങ്ങന്റെ ഉണ്ടാവുക, തേങ്ങന്റെ മരം ഉണ്ടാവുക. തേങ്ങന്റെ മരമല്ല, തെങ്ങ്. സോറി, തെങ്ങ്. പറ തേങ്ങന്റെ മരം എന്നൊക്കെയാണ് പറയാ. പക്ഷെ പാവാണ് കേട്ടോ, നമ്മളത് തിരുത്തി കൊടുക്കണം അവൾക്ക്. അപ്പൊ ശരിക്കും ഇവിടെ എന്താ വെച്ചാല് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ ആ പാടവും കൃഷിയും എല്ലാ കാര്യങ്ങളും. ഈത്തപ്പഴമൊക്കെ കഴിഞ്ഞല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇത് ഫുള്ള് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഇപ്രാവശ്യം ഒന്നുമില്ല. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇതുമൊക്കെ നിറച്ച് ഈത്തപ്പഴമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കലേ. ഞങ്ങൾ അന്നത്തെ വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡാക്കി തരുന്നത്. ഹലോ ഗൈസ്, ഞങ്ങള് നാട്ടിലേക്ക് വന്നതാണ്. ബഷീറിലെ തോട്ടം കാണാൻ വേണ്ടിട്ട് വന്നതാ. ഇടി പുല്ല് ചെറിയില്ലേ, ലിപ്സ്റ്റിക് ഇട്ടില്ല. അടിപൊളി ഗൈസ്. കുളമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, കാണിച്ചരാ. അയ്യോ
ഗൈസ് അടിപൊളിയാണ് ഗൈസ്, ഒന്നും പറയാനില്ല. നമ്മളെ പറങ്കി മാങ്ങന്റെ മരക്കഥ പറഞ്ഞിട്ട് കിട്ടുക. പെട്ടിക്ക് 50 റംസാണ്. നമുക്ക് ഇവിടെ വെക്കാം, ഫോൺ എടുക്കാം. എങ്ങണ്ട് ഇവിടെ കാണാനെന്ന് അന്നിങ്ങനെ വന്നപ്പോ ഫുള്ള് വെള്ളം ഇങ്ങനെ ഒഴിക്കലും. നമ്മളെ ഈത്തപ്പഴത്തോട്ടത്തില് വന്നിട്ട് നമ്മളിങ്ങനെ തിരിച്ചു പോവാണ്. ഇനി വീട്ടിലേക്കുള്ള യാത്ര. ഫ്രഷ് പഴം നല്ല ഫ്രഷ് അടിപൊളിയില്ലേ. ഇപ്പൊ പൊട്ടിക്കുക തിന്ന ചെറുനാരങ്ങന്റെ മരം. മിസ്റ്റർ സുഫിയാൻ, സുഫിയാൻ നമ്മള് കണ്ട മോസ്ക് ഉണ്ടല്ലോ, അതാണ് ഷാർജ മോസ്ക് എന്ന് പറയുന്നത്. അതന്നെയല്ലേ പറയാ, ഗ്രാൻഡ് മോസ്കോ, ഷാർജ ഗ്രാൻഡ് മോസ്കോ. അനൂസ് ഉറങ്ങി ഗൈസ്. അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മളെ വ്ളോഗിൽ 2 എക്സ്ട്രാ ഗസ്റ്റും കൂടി ഉണ്ട്. പുറത്തുനിന്ന് നമ്മുടെ സോറി അതിനെ നമ്മുടെ പോയും പുതിയ 2 അതിനെ അവസാനത്തേക്കാണ് ഓല് എത്തിയതെന്നുള്ളൂ. പുതുമുഖങ്ങൾ അങ്ങോട്ടായിട്ട് പോയി പിന്നെ ലാസ്റ്റ് നമ്മള് നെഹദി മന്തിയിലോട്ട് വന്നതാട്ടോ. നമ്മളെന്താ വെച്ചാൽ ഒരേപോലെ കുഞ്ഞുങ്ങളിടുമ്പോൾ ശ്രദ്ധിക്കൂല. നമ്മൾ ഓൺലൈനുമായി ബുക്ക് ചെയ്യും. ആണോ അൺലിമിറ്റഡ്? സൂപ്പിന്റെ കൂടെ മയോണൈസ് നാമൊക്കെ നോക്കാം. ഒരു യാത്ര നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഹായ് ബൈ ബൈ.